നമുക്ക് മാസ്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഈ ഒരു ഇതെടുത്ത് ഇവിടെ ഇടാമേ, ഈ ഒരു ഫുട്ടേജ് എടുത്ത് ഇവിടെ ഇടാം. ഓക്കെ, എന്നിട്ട് ഇതാ ഇപ്പം ഇതിൻ്റെ ചോദിക്കുന്നത് ദിസ് ക്ലിപ്പ് ഡസ് നോട്ട് മാച്ച് ദ സീക്വൻസ് സെറ്റിങ്സ്. കാരണം ഞാൻ ഇരിക്കുന്ന ഈ ഒരു ഫോർമാറ്റിലാണ്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് ചേഞ്ച് സീക്വൻസ് കീപ്പ് കൊടുത്താൽ ഇതേപോലെ തന്നെ ഇരിക്കും. ചേഞ്ച് സീക്വൻസ് സെറ്റിങ്സ് കൊടുക്കുക. ഇപ്പം നോക്കിയേ, ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഫയലുണ്ട്, കണ്ടല്ലോ സൗണ്ട് ഫയൽ. ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺലിങ്ക്, അതിനങ്ങ് ഡിലീറ്റ് ചെയ്തോളാം. എനിക്ക് സൗണ്ട് ഫയലിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. മൈനസ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതിനെ നമുക്ക് മൊത്തം കാണാം. പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് അവിടെ മാത്രം സൂം ആവും. മൈനസ് അടിച്ചിട്ട് നമുക്ക് പാൻ ചെയ്യാം. ഇനി ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്തൊരു മാസ്കിങ് ആണ്. ഞാൻ ഇവിടെ വരുമ്പോൾ അപ്പോൾ പുതിയ പ്രീമിയറിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പ്രീമിയറിൻ്റെ അകത്തുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലേ ബാക്ക് റെസൊല്യൂഷൻ കണ്ട. പുതിയ പ്രീമിയറിൽ വ്യൂവിൻ്റെ അകത്ത് പ്ലേ ബാക്ക് റെസൊല്യൂഷൻ, അത് ഫുൾ അല്ല, നമുക്ക് എത്ര വേണോ കുറയ്ക്കാം. പണ്ട് ഈ ഒരു ഓപ്ഷൻ ഇതിനില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡിൽ സംഭവം കാണാൻ പറ്റും കണ്ടോ. പക്ഷേ ക്വാളിറ്റി സ്വല്പം ലോസ് ആവും, പക്ഷെ നമുക്ക് കുറച്ച് സ്പീഡിൽ സംഭവം കാണാൻ പറ്റും. തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാസ്ക് ആണ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഒപ്പാസിറ്റി, അതിൻ്റെ അകത്ത് ക്രിയേറ്റ് എലിപ്റ്റിക്കൽ മാസ്ക് അല്ലെങ്കിൽ എലിപ്സ് മാസ്ക്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇതിന് മാസ്ക് ആവും. ഇതാ നമുക്കത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം. അതായത് ഇത് പിടിച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. ഇത് മൂവ് ചെയ്യുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്, ഇതൊരു ഫെദർ ആവുകയാണ് ചെയ്യണത്. വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമുക്ക് അതിനെക്കാട്ടി കീ ഇടുന്നതാണ് നല്ലത് കണ്ടോ. ഇവിടെ ഫെദറിനൊരു കീ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫെദർ ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ഫെദർ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കീ ഇടാം. ഫെദറിന് ഒരു കീ ഇവിടെ ഉണ്ട്. വീണ്ടും മൂവ് ചെയ്തിട്ട് ഫെദറിന് ഞാൻ സ്വല്പം കൂടെ കീ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. ഫെദറിൻ്റെ കീ ആണ്. അപ്പം നമുക്ക് ഏത് രീതിയിലാണ് മൂവ് ചെയ്യേണ്ടത് ആ രീതിയിൽ മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കീ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഇതാ ഇവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ അത് സ്വല്പം കൂടെ അടുപ്പിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്വല്പം ഡിലേ വരും അതിന്. ഇതാ കണ്ടോ, ഇവിടെ സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് ഒന്നും കൂടെ നമുക്കത് വലുതാക്കാം. ഇനി സ്വല്പം കൂടെ ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അവിടെ ഇങ്ങനെ ഇരുന്ന സംഭവം കുറച്ചൊന്ന് ഫെദറായി. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിന് ഒപ്പാസിറ്റി ഇട്ട് കൊടുക്കാം. അതേപോലെ എക്സ്പാൻഷൻ, ഈ സൈഡിലെ എക്സ്പാൻഷൻ ഇട്ട് കൊടുക്കാം. സ്വല്പം കൂടെ ഇതിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ സ്വല്പം കൂടെ കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ ആ എക്സ്പാൻഷൻ മാക്സിമം 100ലാണ്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന്, ഇത് ഒപ്പാസിറ്റിയാണ്, ഇത് ഒപ്പാസിറ്റിയാണ്, ഇതാണ് എക്സ്പാൻഷൻ. ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ പതുക്കെ അതിങ്ങനെ തെളിഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതാ സ്വല്പം മാക്സിമം നമുക്ക് കൂട്ടാം. നമ്മൾ ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ നോക്കി കഴിയുമ്പോൾ ഈ ഒരു വ്യത്യാസം കാണാം കണ്ടോ. ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തോട്ട് കയറി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് ഈ രീതിയിലാക്കാം. ഇനി അല്ലെങ്കിൽ ഒരു മാർഗ്ഗമുണ്ട്, നമുക്കിതിനെ ഓഫ്സെറ്റ് ചെയ്യാം. ആദ്യം ഇത് കാണട്ടെ, ഏതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഫെദർ കാണട്ടെ. അപ്പോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അത് ഫെദർ കാണാം അല്ലേ. രണ്ടാമത്തേൽ നമുക്ക് ഒപ്പാസിറ്റി കാണാം. മൂന്നാമത്തേൽ മാത്രം എന്ത് കാണാം, എക്സ്പാൻഷൻ കാണാം. മറിച്ച് എക്സ്പാൻഷൻ ആദ്യം ഇവിടെ മുതലേ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെയായി. അതിനുശേഷം പക്ഷേ കുറച്ച് ടൈം എടുക്കും, പതുക്കെ ഇത് വർക്ക് ചെയ്യുള്ളൂ മൂവ് ചെയ്തിട്ട്. കാരണം നമ്മൾ ഫുട്ടേജിനനുസരിച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എത്തുമ്പോൾ ഇത് മൊത്തത്തിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് മാസ്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ മാസ്കിനെ ഡിലീറ്റ് ചെയ്യാം. ഇൻവേർട്ട് ചെയ്ത് ഇങ്ങനെ തിരിയും. ഇൻവേർട്ട് ചെയ്താൽ അത് മൊത്തത്തിൽ ഇങ്ങനെ തിരിയും. അപ്പം ഈ ഇൻവേർട്ട് വെച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ മാസ്കിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ, മാസ്കിൽ സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഈ പിക്ചറിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഓൾട്ടാണ്. ഓൾട്ട് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. ഓക്കെ, ഇപ്പോൾ എന്താണ് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ പൊസിഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇമേജിനെ ഇട്ട് കൊടുക്കുന്നു അതേ പൊസിഷനിൽ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ, അപ്പോൾ താഴെ നമുക്ക് ഫുട്ടേജ് ഉണ്ടല്ലോ, ഇത് ഹൈഡ് ചെയ്ത ഒരു ഫുട്ടേജേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ വരയ്ക്കുന്നു വിചാരിക്കുക. ഇപ്പം താഴെ ഫുട്ടേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം. ഇൻവേർട്ട് കൊടുക്കുമ്പോൾ അത് തിരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതങ്ങ് ഓണാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇൻവേർട്ട് അടിച്ചാലും നമുക്ക് കുഴപ്പമില്ല. ഇനി നമ്മളതിനെ നമുക്ക് ഫെദറോ എന്ത് കാര്യം വേണമെങ്കിലും നമുക്കിതിനെ ചെയ്യാം. ഇൻവേർട്ട് മാറ്റിയിട്ട് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതാ ഇതിന് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിത് ഓൺ ആക്കി കൊടുത്താൽ അവിടെ വെച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇൻവേർട്ട് ആക്കിയാലോ മാസ്കിൻ്റെ എക്സ്പാൻഷൻ കുറയ്ക്കാനും കൂട്ടാനും, അതുപോലെ തന്നെ ഒപ്പാസിറ്റി കുറയ്ക്കാം, മാസ്കിൻ്റെ ഫെദർ കുറയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇവിടെ ആക്ച്വലി എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഫെദർ ആണെങ്കിൽ ഫെദർ ഇൻവേർട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ഏരിയക്കകത്ത് മാത്രമാണ് നമുക്ക് മാസ്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തേനാണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത്
ഇതാ ഏതിൻ്റെ അകത്താണ് മാസ്ക് കൊടുത്തിരിക്കുന്നത്, ആദ്യത്തിൻ്റെ അകത്താണ് മാസ്ക് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെയാണ് ഇപ്പോൾ ഒരു വട്ടം ഉള്ളത്. പക്ഷേ ഇതിവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് കാണത്തില്ല. പക്ഷേ ഇപ്പോൾ ഇത് ഫെദർ എക്സ്പാൻഷനും എല്ലാം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കുറയ്ക്കാം. ഫെദറും എക്സ്പാൻഷനും എല്ലാം നമുക്ക് 0 ആക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇൻവേർട്ട് പിടിച്ചു കൊടുത്താലും പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ഈ മാസ്ക് അല്ലെങ്കിൽ നമുക്ക് ഈ മാസ്കിനെ അങ്ങ് റിമൂവ് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വീണ്ടും ഒന്നും കൂടെ ഞാനതിൽ ക്ലിക്ക് ചെയ്തു, മുകളിലത്തെ ഒബ്ജക്റ്റിനെ മാസ്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ താഴത്തത് ഹൈഡായി കിടക്കുകയാണ് അല്ലേ? അപ്പോൾ താഴത്തെ ഹൈഡായി കിടക്കുകയാണ്. നമുക്കൊരു പരിപാടി ചെയ്യാം. ഈ താഴത്തെ ഒബ്ജക്റ്റ് കണ്ടോ, ഇതിനെ പിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ചെറുതായിട്ടൊന്ന് മാറ്റാം. ഇത് ഓഫ് ചെയ്തിട്ട് ഇത് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ പൊസിഷനും സ്വല്പം ഒന്ന് മാറ്റാം, ഇങ്ങോട്ടാക്കാം. നമുക്ക് സ്കെയിലും സ്വല്പം ഒന്ന് മാറ്റാം. എന്നിട്ട് ഇതിനെയും സ്വല്പം ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മളിത് ഓൺ ആക്കി കഴിയുമ്പോൾ കണ്ടോ ഒരു എക്സ്ട്രാ സംഭവം പോലെ വരും. നേരത്തെ നമ്മൾ അതിൻ്റെ പൊസിഷൻ മാറ്റിയില്ല. ഇനി നമ്മൾ കണ്ടോ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതാ അതിൻ്റെ മുകളിലൊരു സംഭവം ഇല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒപ്പാസിറ്റിയും ഇതാ അതിൻ്റെ എക്സ്പാൻഷനും കണ്ടോ ഇങ്ങനെ ഒരു ഫീൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാ ആക്ച്വലി ഇത് രണ്ടും സെയിം ഒബ്ജക്റ്റ് ആണ്. നമുക്ക് അതിൻ്റെ അകത്ത് എക്സ്പാൻഷൻ ഇനി ഇൻവേർട്ട് കൊടുത്താലും പ്രശ്നമില്ല. കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേ ഉള്ളൂ. ഇൻവേർട്ടിലും നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല. ഇതാ ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കൊരു കീ ഫ്രെയിം കൂടെ കൊടുക്കാം. മാസ്ക് എക്സ്പാൻഷൻ ഒരു കീ ഇട്ടു, അതിനെ മൂവ് ചെയ്തു. എക്സ്പാൻഷനെ ഞാൻ എന്താ ലാസ്റ്റ് വരെ ഇട്ട് കൊടുത്തു, മൂവ് ചെയ്തും ഇട്ട് കൊടുത്തു. ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഞാൻ അടുപ്പിച്ച് വെച്ചിട്ട് ഇവിടുന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സ്വല്പം കൂടെ നമുക്ക് ഇത്രയും കീ ഫ്രെയിം കണ്ടോ നല്ല ദൂരെയാണ് കിടക്കുന്നത്. നമ്മൾ സൂം ഔട്ട് ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റാത്തത്. സ്വല്പം ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ എക്സ്പാൻഷൻ കണ്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് എക്സ്പാൻഷൻ ഇങ്ങനെ വയ്ക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു കണ്ടോ ഇങ്ങനെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പം സാധാരണ നമുക്ക് മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്തു. ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റിനെ വെച്ചു. അപ്പം ഇവിടെ ഞാൻ ആദ്യമേ ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മാസ്ക് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോബ്ലം ഇല്ല ഫസ്റ്റ് തന്നെ. ഓക്കെ, ഞാനിതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക. അതിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. Ctrl+D ഫോർ ഡ്യൂപ്ലിക്കേറ്റ്. അങ്ങനെ ചെയ്ത് കഴിയുന്ന ഡ്യൂപ്ലിക്കേറ്റ് വരത്തില്ല. അതിനെക്കാട്ടി നമുക്ക് Ctrl+D അടിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരും. അത് വേണ്ട അതാ ഇവിടെ ഇങ്ങനെ വരും. അത് വേണ്ട. നമുക്കൊരു കാര്യം Alt ഹോൾഡ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക. Alt ഹോൾഡ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. അപ്പം ഇപ്പം രണ്ടും ഒരേ പൊസിഷനിലാണ് പ്ലേ ചെയ്യുന്നത്. ഇതാ രണ്ടും ഒരേ പൊസിഷനിലാണ് പ്ലേ ചെയ്യണത് അല്ലേ? അപ്പം ഞാൻ പറയണത് എനിക്ക് രണ്ടും ഒരേ പൊസിഷനിൽ വേണ്ട. കാരണം മുകളിലത്തെ ലെയറിൽ ഞാൻ മാസ്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇതിനെ അങ്ങ് ഹൈഡ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ താഴത്തേനെ ഹൈഡ് ചെയ്താലും മതി. താഴത്തേനെ ഹൈഡ് ചെയ്തതിന് ശേഷം മുകളിലത്തെ ലെയർ ഇത് ഹൈഡ് ചെയ്താൽ രണ്ടും പോയേ. അപ്പോൾ മുകളിലത്തെ ലെയറിൽ ഞാനൊരു മാസ്ക് കൊടുക്കുകയാണ്. ഓക്കെ, മാസ്ക് വർക്കിംഗ് ആണ്. അപ്പം താഴത്തെ ലെയറിൽ മാസ്ക് ഇട്ടു. അപ്പം താഴത്തെ ലെയറിൽ വേണ്ട മുകളിലത്തെ ലെയറിലാണെങ്കിൽ മുകളിലത്തെ ലെയറിൽ മാസ്ക് ഇടാം. ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലത്തെ ലെയറിൽ ഒരു മാസ്ക് ഇടാം. താഴെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസ്ക് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് മുകളിലത്തെ ലെയറിലാണ് മാസ്ക്. പക്ഷേ രണ്ട് പിക്ചറും നമുക്ക് ഒരേ സ്ഥാനത്താണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ താഴത്തെ പിക്ചറിനെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലത്തെ ഹൈഡ് ചെയ്യുന്നു. എന്നിട്ട് താഴെയും കണ്ട അതേ പൊസിഷൻ അല്ലേ, ഞാൻ പതുക്കെ ഇതിൻ്റെ പൊസിഷൻ അങ്ങോട്ട് മാറ്റുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് കണ്ടോ അത് വേറെ ഏതെങ്കിലും സ്ഥലത്തിരിക്കുന്നു, ആകാശം കാണത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരു വട്ടം പോലെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് അനിമേറ്റ് ചെയ്യാം. ഫെദറും കണ്ടോ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഇൻവേർട്ട് ചെയ്യണമെങ്കിൽ തിരിക്കാം. അപ്പോൾ ഏതാണ് നമുക്ക് വേണ്ടത് ആ രീതി നമുക്ക് ചെയ്യാം. നമുക്ക് തൽക്കാലം ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് ഫെദറും ഒപ്പാസിറ്റിയും എക്സ്പാൻഷനും ഓൺ ആക്കിയിട്ട് ജസ്റ്റ് മൂവ് ചെയ്തിട്ട് ഒരുപാട് പോകണ്ടേ സ്വല്പം. കാരണം നമ്മൾ വിചാരിക്കും ഇത് അടുത്താണ് നിൽക്കുക, മീൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമുണ്ടെന്നാണ്. പക്ഷേ ഇത് മീൻസ് കുറച്ച് സമയമുണ്ട്, കുറേ വളരെ ഭയങ്കരമായിട്ടുള്ള സമയം കൂടുതലായിരിക്കും. ഇതിൽ കാണുമ്പോഴേ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. വേണ്ട നമ്മളിവിടെ നിന്ന് ചുമ്മാ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും സ്പീഡിൽ പോകുന്നു, ഇത്രയല്ല, സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഇത്രയും മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ പതുക്കെ മാസ്കിനെയും ഇതിനെയൊക്കെ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ടൈറ്റിലാണ് വന്നിരിക്കുന്നത്, സ്വല്പം കൂടെ മൂവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ മാസ്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. അതേപോലെ ഫെദർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കണ്ടോ ഫെദർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതിനെല്ലാം നമ്മൾ മായ്ക്കുന്നു, ഇതിനെ മാറ്റി വിടുന്നു. ഇൻവേർട്ട് അടിച്ചു കഴിഞ്ഞാൽ വേറൊരു എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇൻവേർട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതാ ഇതിന് വേണമെങ്കിൽ നമുക്ക് സ്വല്പം കൊണ്ട് ഡ്രാഗ് ചെയ്തിട്ട് നല്ലൊരു പൊസിഷനിലോട്ട് കൊണ്ടുവച്ച് കൊടുക്കാം.
ഇതിനെ ഡ്രാഗ് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കുക. കണ്ട, പ്ലേ ചെയ്യുമ്പോൾ നല്ല സമയം എടുത്താണ് പ്ലേ ആവുന്നത്. കണ്ട, മനസ്സിലായ സംഭവം? അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാസ്കിനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഇനി ഈ മാസ്കിനെ അങ്ങ് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് മാസ്ക് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് മാസ്ക്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഒരെണ്ണം മതി. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് മാസ്ക് ഇടുകയാണ്. വെറുതെ ഇങ്ങനെ ആഡ് ചെയ്യുന്നു, ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിയും. അപ്പോൾ ആ ഇൻവേർട്ട് ചെയ്യുമ്പോൾ തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് പിക്ചർ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം അത് മതി. ഇനി നമുക്ക് മാസ്കിൻ്റെ ഓരോ പ്രോപ്പർട്ടിയായിട്ട് നോക്കാം. മാസ്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. ഇതാ, അതായത് ഒരു പിക്ചറിൽ നിന്ന് മാസ്ക് എക്സ്പാൻഡ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ മാസ്കിൻ്റെ എക്സ്പാൻഷനിൽ ഒരു ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഇതിനൊന്ന് മൂവ് ചെയ്യുന്നു, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വരുന്നു. ഓക്കെ, ഇനി ഇത് നമുക്ക് സ്വല്പം കൂടെ ഒന്ന് അടുപ്പിച്ചിട്ടിട്ട് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതാണ് പറഞ്ഞത്, ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക്, പക്ഷേ കണ്ടോ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ സൂം ചെയ്തിട്ട് വേണം നമ്മൾ പ്ലേ ചെയ്യാൻ. ഇനി ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിന്. കണ്ടോ? ഓക്കെ, ഇനി ഞാൻ സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്തേ. ഓക്കെ, ഈ മാസ്കിൻ്റെ ഇടയിൽ തന്നെ വേറെ നമുക്ക് മാസ്കിൻ്റെ ഫെദർ ആഡ് ചെയ്യാം. ഫെദറിന് നമുക്ക് എത്രത്തോളം ഫെദർ കൊടുക്കണമെന്നുള്ള കാര്യം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫെദർ ഇവിടെ കുറച്ച് ഇങ്ങനെ ആക്കി, ഇവിടെ എത്തിയപ്പോൾ ഫെദർ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. എന്താ, ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഫെദർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് മാസ്ക് വർക്ക് ചെയ്യിപ്പിക്കാം. മാസ്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മാസ്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് മാസ്കും ഇല്ല, എന്താണ് വേറെ പ്രോപ്പർട്ടി ഒന്നുമില്ല. ഇനി ഇതിനെ സെലക്ട് ചെയ്ത് മൂവ് ടൂളുണ്ട്. മൂവ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഏതാണ് നമുക്ക് വേണ്ടത് ആ ഒരു ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ അകത്ത് ഫെദറുണ്ട്, ഫെദർ ചെയ്യണമെങ്കിൽ ഫെദർ ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിൽ ഫെദറിനെ മാത്രം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഫെദറിനെ മാത്രം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. മൂവ് ചെയ്യുക, ഇത്രയും പോർഷൻ പോകണ്ടേ, സ്വല്പം പൊസിഷൻ കൊണ്ടുവന്നിട്ട് അങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫെദറിനെ നമുക്ക് മൊത്തം ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തൂടെ ക്ലിക്ക് ചെയ്യുക, എക്സ്പാൻഷൻ. ഇവിടെ നിന്ന് ഞാൻ ഇതിനെ സ്വല്പം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ മാസ്കും ഉണ്ട്, ഇവിടെ എത്തുമ്പോൾ ഇതിനെ സ്വല്പം എക്സ്പാൻഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് കാണാനും പറ്റും. ഇതിനെ രണ്ടിനെ സെലക്ട് ചെയ്യുക, അടുപ്പിച്ചടുപ്പിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇൻവേർട്ട് ചെയ്താൽ എല്ലാം തിരിയും. കണ്ടോ? കാരണം ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് പടം ഇല്ലാത്തതുകൊണ്ടാണ് ഇൻവേർട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മാസ്ക് അങ്ങനെ മാസ്ക് ചെയ്യണമെങ്കിലാണ് നമ്മൾ പെൻ ടൂൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കാരണം വേണം, അല്ലെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വെറുതെ പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആ ഭാഗം മാത്രം കട്ടായിട്ട് വരേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കൊണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാം. മാസ്ക് ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി ഒരാളെ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഒരു പിക്ചറിൽ നിന്ന് ഒരാളെ കട്ട് ചെയ്ത് മാറ്റണം. അതിനാണ് നമ്മൾ ആക്ച്വലി മാസ്ക് യൂസ് ചെയ്യുന്നത്. അത് കട്ട് ചെയ്യുമ്പോൾ അത് മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ അകത്തുനിന്ന് എനിക്ക് മാസ്ക് ചെയ്ത് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിഷയമല്ല. നമുക്കിപ്പോൾ ഈ മലയുടെ ഒരു ഏരിയ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രം നമുക്ക് എടുക്കാം. ഇതാ, കണ്ടോ? ഇത് മാത്രം നമുക്ക് എടുക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇത് മൂവ്മെൻ്റ് ആണ്. അപ്പം അത് മാറിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമ്മൾ അതിനെ അനിമേറ്റ് ചെയ്യണം. അതായത് ഇതുണ്ടോ, മാസ്ക് പാത്തുണ്ട് ഇവിടെ. മാസ്ക് പാത്തിൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് അനിമേറ്റ് ചെയ്യണം. അത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അത് ഓരോന്നായിട്ട് മാസ്ക്. അതിന് ആക്ച്വലി ഇതല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ സോഫ്റ്റ്വെയർ അല്ല അതിന് യൂസ് ചെയ്യുന്നത്. ഇത് ചുമ്മാ നമുക്ക് മാസ്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. മാസ്ക് ചെയ്ത് എന്താണ് ആ ഒരു ഏരിയ മാത്രം നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, മാസ്ക് മാറ്റി. ഇനി അടുത്ത് നമുക്ക് ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ അതിങ്ങനെ ഇരുന്നോട്ടെ. നമുക്കൊരു റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ചുമ്മാ ഒരു കളർ മാറ്റ് ഇടാം. ഇതുണ്ടോ, കളർ മാറ്റ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കളർ മാറ്റ് ഇവിടെ വരും. നമുക്ക് ഇഷ്ടമുള്ളൊരു കളറിലോട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കളർ മാറ്റിനെ ആഡ് ചെയ്യാം. വലിച്ചിവിടെ ഇട്ട് കഴിഞ്ഞാൽ വെറും ഒരു കളർ നമുക്ക് കിട്ടും. കണ്ടല്ലോ, കളർ ഒരു ഡീഫോൾട്ട് സോളിഡ് കളർ കിട്ടും.
അപ്പം ഈ കളർ മാറ്റിനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഈ കളർ മാറ്റിനെ നമുക്ക് മാറ്റാം, ബ്ലാക്ക് ആക്കാം. അല്ലാതെ നമുക്കൊരു സംഭവം ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല കളർ മാറ്റ് ഇല്ലെങ്കിൽ. മനസ്സിലായോ? കളർ മാറ്റ് ഇല്ല, ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. മനസ്സിലായ സംഭവം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് നമുക്കൊരു കളർ മാറ്റ് കൊണ്ടുവരാം. ഒരു ഡീഫോൾട്ട് കളർ മാറ്റ് ബ്ലാക്ക് അടിക്കുന്നു, ആ ഒരു സീക്വൻസിൽ ഒരു കളർ മാറ്റിനെ ഡ്രാഗ് ചെയ്തിടുന്നു. എന്നിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാമേ. ഇവിടുന്ന് ടെക്സ്റ്റ് ഞാൻ എടുത്തു. ഓക്കെ, എഡിറ്റിംഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ മൂവ് ടൂൾ ഉണ്ടല്ലോ, മൂവ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അനിമേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ പൊസിഷൻ കണ്ടോ, പൊസിഷനിൽ ഒരു ക്ലിക്ക് ചെയ്തു, എന്നിട്ട് സ്വല്പം ഒന്ന് മൂവ് ചെയ്തു. എന്നിട്ട് ഈ പൊസിഷനെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇപ്പം രണ്ട് മോഷനുണ്ട്. ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നൊരു മോഷൻ ഇല്ലേ. അപ്പം നമുക്ക് തിരിച്ചാണ് വരണമെന്നുകൊണ്ട് ഇതിനെടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. കണ്ടോ, അവിടെ നിന്ന് ഇങ്ങ് വരും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങ് വരുന്നൊരു മോഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടണമെങ്കിൽ ഇങ്ങനെ കൂട്ടാം. ഓക്കെ, പക്ഷേ ഇത് വന്ന് ഇടിച്ച് നിൽക്കുന്നൊരു ഫീലല്ലേ, ടക്ക് എന്ന് അടിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ സ്മൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിലൊരു വട്ടം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ടെമ്പറൽ ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കണ്ടോ, അതിൻ്റെ അകത്ത് ഈസി ഇൻ, അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സ്മൂത്ത് ആയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്മൂത്ത് ചെയ്യാം. കുറച്ചും കൂടെ സ്മൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് കണ്ടോ ഇങ്ങനെ ഒരു കർവ് നമുക്കിവിടെ കിട്ടും. കണ്ടോ കർവ്, ഇവിടെ ഒരു കർവ് ഉണ്ട് കണ്ടോ. ആ കർവിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മൂവ് ചെയ്യുക. അതാകുമ്പം വേറെ ടൈപ്പ് മൂവ്മെൻ്റ് ആയിരിക്കും. കണ്ടോ, നല്ല സ്ലോ ആവും. അവിടെ ഫാസ്റ്റും ഇവിടെ സ്ലോയും. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്വല്പം കൂടെ ഒന്നൊരു ചെറുതായിട്ടൊന്ന് നീക്കിയിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്ത് താഴോട്ടാക്കിയിട്ട് ഇതിനെയും കൂടെ പിടിച്ച് മൂവ് ചെയ്യാം. ഇതിനെയും കൂടെ പിടിച്ച് മൂവ് ചെയ്യാം. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പറ്റുന്നത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാമല്ലോ. കണ്ടോ, എല്ലാം ഒരേ സ്പീഡിൽ, നല്ല സ്പീഡിൽ വരും. കണ്ടോ, അവിടെ എത്തുമ്പോൾ മാത്രം സ്ലോ ആയിട്ട് വരും. കാരണം അവസാനം നിൽക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ടൈലിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഏതാണ് പൊസിഷൻ്റെ അകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കീ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ പൊസിഷനിൽ തന്നെ ഒരു വട്ടം കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കീ ഡിലീറ്റ് ആയി പോകും. ഇതാ, അപ്പം ദിസ് ആക്ഷൻ വിൽ ഡിലീറ്റ് എക്സിസ്റ്റിംഗ് കീ ഫ്രെയിം, ഡു യു വാണ്ട് ടു കണ്ടിന്യൂ. ഞാൻ എസ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം പോയേ. അപ്പം അതേപോലെ തന്നെ നമുക്ക് സ്കെയിലൊന്ന് നോക്കാം. എസ് അടിക്കുന്നു, സ്കെയിലിൽ ക്ലിക്ക് ചെയ്ത് വിട്ടു. ഇതാണ് ഫസ്റ്റ് കീ ഫ്രെയിം. ഞാൻ ഇതിനെ മൂവ് ചെയ്തിട്ട് സ്കെയിലിനെ ഒന്ന് വലിച്ചിങ്ങനെ വിട്ട് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ പൊസിഷനൊക്കെ സ്വല്പം താഴ്ത്തുക. ഓക്കെ, മൂവ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കുക. അപ്പം നമുക്ക് കറക്റ്റായി കാണാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ പ്ലേ ബാക്ക് റെസൊല്യൂഷൻ ഫുൾ അല്ലാത്തതുകൊണ്ടാണ്. ഇതിനൊക്കെ പ്ലേ ബാക്ക് റെസൊല്യൂഷൻ ഫുൾ ആക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, ടെക്സ്റ്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ മൂവ് ചെയ്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് കണ്ടോ, അടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രോസസ്സ് ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ഈസി ഈസ് ഇൻ ഇങ്ങനെ കൊടുക്കുക. കണ്ടോ, ഈസി ഈസ് ഇൻ ഇവിടെ സെലക്ട് ചെയ്ത് വയ്ക്കുക, റൈറ്റ് ക്ലിക്ക്, ഈസി ഈസ് ഇൻ. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിയുമ്പോൾ അത് നല്ലവണ്ണം സ്മൂത്ത് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും സ്മൂത്ത് ആയാൽ പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്കെയിൽ എടുക്കുക. കണ്ടോ, സ്കെയിലിൻ്റെ അകത്തുള്ള മൂവ്മെൻറ്റുകളുണ്ട്. ഇതാണ് നമ്മൾ മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്ന സ്കെയിലിൽ. ഇവിടെ സെലക്ട് ചെയ്യുക. കണ്ടോ, എന്നിട്ട് ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്മൂത്ത് ആവും. കണ്ടോ, സ്മൂത്ത് ആയില്ലേ? ഇനി നമ്മൾ കുറച്ചും കൂടെ ഇതിനെ നല്ലോണം സൂം ചെയ്യണേ. എന്നിട്ട് സ്വല്പം മൂവ് ചെയ്തിട്ട് ഇതിനെ പിടിച്ചിട്ട് ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക, ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇത് മാറും. കണ്ടോ, ഇങ്ങനെയായി, അവിടെ നിന്ന് സ്മൂത്തായി. ഇനി തിരിച്ച് ഇങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവും. ഇത് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ചാവും. ഓക്കെ, എങ്ങനെ വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നെറ്റ് വയ്ക്കുക. ഓക്കെ, സ്കെയിൽ വിട്ടു. സ്കെയിലിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് റൊട്ടേഷനും അതുപോലെ തന്നെ ഒന്ന് കൊടുക്കാം. റൊട്ടേഷൻ ഒരു കീ ഇട്ടു, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. റൊട്ടേഷൻ ഞാനൊന്ന് കറക്കി വിട്ട് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ നമ്മൾ സ്കെയിലൊന്നും ചെയ്യുന്നില്ല, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ റൊട്ടേഷൻ ഇങ്ങനെ കറങ്ങി വരും. ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടോ, ഒറ്റ അടിക്ക് നിൽക്കുന്നൊരു ഫീലില്ലേ റൊട്ടേറ്റ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
ഉണ്ടോ, ഒറ്റയടിക്ക് നിൽക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ഈസി ഇൻ. അപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയേ, വലിയ സ്മൂത്ത് ആയില്ലല്ലേ, എന്നാലും ആ ഒരു ഫീൽ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് സെലക്ട് ചെയ്തിട്ട് റൊട്ടേഷൻ എടുക്കുന്നു, ഇതിന് സെലക്ട് ചെയ്ത് നല്ലവണ്ണം സ്മൂത്ത് ആക്കി വിടുന്നു. ഇപ്പോൾ നോക്കിയേ, ഓക്കെ. ഇത് വേണമെങ്കിൽ സ്വല്പം കൂടെ വലിച്ചു വിടാം ഈ ഒരു ഭാഗം. പക്ഷേ ഇത് രണ്ടും വർക്ക് ചെയ്യും ഇങ്ങനെ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ, ഉണ്ടോ. അപ്പോൾ നമുക്ക് സ്വല്പം കൂടെ ഒന്ന് നല്ലവണ്ണം സൂം ചെയ്താലേ ആ കറക്റ്റ് പരിപാടി നമുക്ക് കിട്ടുള്ളൂ. ഈസിനിൽ ഇതിനെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ സ്വല്പം കൂടെ സൂം ചെയ്യാം. ഏത് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് അവിടെ നിന്ന് തീർന്നു. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് അതിനെ ട്വീക്ക് ചെയ്യണം ആ രീതിയിൽ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, അതിൻ്റെ അകത്ത് ഈസി ഇൻ. ഇതിന് ഈസി ഇൻ ആക്കി കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ഈസിൻ അത് കഴിഞ്ഞാൽ 2 ഈസിൻ ആവും, കണ്ടോ, സ്ലോ ആവും. ഓക്കെ. ഇനി ഇതിനെ സ്വല്പം കൂടെ നീക്കിയിട്ട് കഴിഞ്ഞ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അവസാനം സ്ലോ ആവും, ആദ്യം സ്ലോ ആവും. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് അനിമേഷൻസ് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡിയായി കൊടുക്കാൻ പറ്റും. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെതാണ്. ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ ഇത് മാറ്റി ഞാൻ വേറെ കളർ കൊടുത്തു. ഓക്കെ. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ മാറി. ഓക്കെ. ഇനി ഈ കളർ മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ മാറ്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇനി ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അനിമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നോക്കിയാലും കണ്ടോ, അതിനൊരു പ്രശ്നം വരില്ല. വലിയ തെറ്റിപ്പോയി, എന്നാക്കാം ഇവിടെ. മനസ്സിലായ സംഭവം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ത് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്താലും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ലോഗോ ഒക്കെ അനിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോഗോ ഈ രീതിയിൽ നമുക്ക് അനിമേറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു ലോഗോ ആണെന്ന് വിചാരിക്കുക. ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ നല്ലോണം സ്കെയിൽ ചെയ്തു. അപ്പോൾ ഇതിനെ നമുക്ക് അനിമേറ്റ് ചെയ്യാം. കണ്ടോ, റൊട്ടേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനും കൊടുക്കാം, പിക്ചറിനും കൊടുക്കാം. അതിൻ്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അതിൻ്റെ സ്കെയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഇതാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ എഫക്ട്സിൻ്റെ അകത്ത് കിടപ്പുണ്ട്. കണ്ട, എഫക്ട്സിൻ്റെ അകത്ത് കണ്ട, ഞാൻ ഇതിൻ്റെ അകത്ത് ചുമ്മാ എന്തെങ്കിലും RAM എന്നടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റാമ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കണ്ട, റാമ്പ്. ഞാനിപ്പോൾ റാമ്പിൻ്റെ അടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും, ഒരു ഡ്രാഗ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ റാമ്പിനെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ റാമ്പ് വരും. റാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പിലെ സെയിം സംഭവമാണ്. ഏതാണ്, ഗ്രേഡിയൻറ്റ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്നൊരു നല്ലൊരു കളർ കൊടുത്തേ, ഇങ്ങനെ വന്നു. ഞാൻ ഇവിടെ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വേറൊരു കളർ കൊടുത്തു, ടൈറ്റ് കളർ കൊടുത്തു. ഓക്കെ. അപ്പോൾ ആ ഒരു കളറിൽ നിന്ന് വേറൊരു കളറിൽ വരുന്ന ട്രാൻസിഷൻ വരും. ഓക്കെ. എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് പതുക്കെ എഡിറ്റ് ചെയ്യാം. കണ്ടോ. അപ്പോൾ അത്രയും ഡാർക്ക് വേണ്ട, ഞാൻ പറയണത് ഇനി കുറച്ചുകൂടെ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളറിൽ വരും. ലൈറ്റ് ടു മാക്സിമം ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഡാർക്ക് കൊടുക്കുക. കണ്ടോ. ഇനി നമുക്ക് ലീനിയർ ഉണ്ട്, റേഡിയലുണ്ട്. കണ്ടോ, ഇതിനെങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ബ്ലെൻഡ് വിത്ത് ഒറിജിനൽ. കണ്ടോ. അപ്പോൾ റാമ്പിനെ നമുക്ക് ഏത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം ആ രീതിയിൽ നമുക്ക് റാമ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ആ ഒരു കളർ മിസ്മാച്ച് ആയിപ്പോയി, സ്വല്പം കൂടെ ഒരു ബ്രൈറ്റ് കളർ കൊടുക്കാം. ശരിയായിട്ടില്ല, ഇത് കുറച്ചും കൂടെ വൈറ്റ് ആക്കാം. ഓക്കെ. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു മിക്സ് കിട്ടും. റാമ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, സ്കാറ്റർ അഡ്ജസ്റ്റ് ചെയ്യാം, സ്റ്റാർട്ട് ഓഫ് ദ റാമ്പ്, എൻഡ് ഓഫ് ദ റാമ്പ്. ഇത് കണ്ടോ, ഇതിനെ മൂവ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ റേഡിയലാക്കാം. കണ്ടോ. അപ്പോൾ കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല കളറായി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റാമ്പിൻ്റെ ആ ഒരു ഫീൽ കിട്ടും. അതുപോലെ നമുക്കിപ്പോൾ റേഡിയൽ മതി തൽക്കാലം. റേഡിയൽ റേഡിയൽ, ലീനിയർ ആണെങ്കിൽ ലീനിയർ. കണ്ടോ. അപ്പോൾ ഈ ഒരു കളർ മാറ്റിയിട്ട് ഞാൻ വേറെ കളർ കൊടുത്തു കഴിഞ്ഞാൽ വേറെ കളർ വരും. കണ്ടോ, മനസ്സിലായ സംഭവം. അപ്പോൾ റാമ്പ് നമുക്ക് ഏത് രീതിയിലുള്ള റാമ്പ് വേണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. ഇവിടെ വൈറ്റും പിന്നെ ഇവിടെ ഡാർക്കും ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇങ്ങനെയും വരാം. ഇതിന് നമുക്ക് റേഡിയലും ആക്കാം. കണ്ടോ, തിരിഞ്ഞു വേണമെങ്കിലും വരാം. അപ്പോൾ തിരിഞ്ഞു വരുന്നത് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഡിയലിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു എഫക്റ്റ് വേണമെങ്കിൽ ചെയ്യാം. റാമ്പ് ഷേപ്പ് ഞാൻ സെലക്ട് ചെയ്തിട്ട് റാമ്പിൻ്റെ ഷേപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. റേഡിയലും ലീനിയറും ആക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് റേഡിയലാണ് ഇരിക്കുന്നത്. നോക്കിയേ, ഇങ്ങനെ വന്നിട്ട് ഇത് ഞാൻ ലീനിയർ ആക്കി. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ
കണ്ടോ, ഇതിൽ നിന്ന് നമുക്ക് ഇതിലോട്ടൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടും. ഇതാ ഇതിലിങ്ങനെ വരുന്ന ട്രാൻസ്ഫോർമേഷൻ. അത് വേണമെങ്കിലും ചെയ്യാം, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, നിർബന്ധമില്ല. അത് ചെയ്യണോ ചെയ്താൽ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ലീനിയറും റേഡിയലും. അപ്പോൾ ഇതിന് നമുക്ക് സ്കാറ്റർ നമുക്ക് യൂസ് ചെയ്യണ്ട. എൻഡ് ഓഫ് ദ കളർ ഇത്, സ്റ്റാർട്ട് ഓഫ് ദ റാമ്പ് ഇത്. കണ്ടോ, അപ്പോൾ ഇതിനെ നമുക്ക് മൂവ് ചെയ്യാം. കണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് അനിമേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പൊസിഷനും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെ ചെറുതാക്കിയിട്ട് പൊസിഷൻ നമുക്ക് കറക്റ്റ് ഏരിയക്കകത്ത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ അനിമേറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ഓഫ് ദ റാമ്പ് ക്ലിക്ക് ചെയ്തു, മൂവ് ചെയ്തു. സ്റ്റാർട്ട് ഓഫ് ദ റാമ്പ്, സോറി, എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് പോകേണ്ടത് ആ ഏരിയക്കകത്ത് അതിനെ മൂവ് ചെയ്തും കളയാം. കണ്ടോ, ഇനി ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഓഫ് ദ റാമ്പും എൻഡ് ഓഫ് ദ റാമ്പും. കണ്ടോ, അങ്ങനെ പല എഫക്ട്സും നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ഇൻ്റർപോളേഷൻ, ഈസി ഇൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ സെലക്ട് ചെയ്തു സ്വല്പം ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ സ്ലോയിൽ പോകും. ഇതാ കണ്ടോ, സ്ലോയിൽ അങ്ങ് പോകും. അപ്പോൾ അത്രയും രണ്ടും ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെയും കൂടെ പിടിച്ച് താഴെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടിനെയും ഇതാ ഒരേപോലെ മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അതേ സ്പീഡിൽ പോകും. കണ്ടോ, അപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അനിമേറ്റ് ചെയ്ത് വിടാം. ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ വലുതാക്കാം, ചെറുതാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അനിമേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഇനി ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് വീഴുമ്പോൾ അതൊരു വേറെ ലെവൽ സംഭവമായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്ന് ടെക്സ്റ്റ് എടുത്തേ, എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഡ്രാഗ് ചെയ്തേ, എന്നിട്ട് ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഗ്രാഫിക്സ് ടൈപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മൂവ് ടൂൾ എടുത്തിട്ട് ഇതിവിടെ കൊണ്ടുവച്ച് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ, അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇത് തുടങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അതായത് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് സ്വല്പം കൂടെ മൂവ് ചെയ്ത് വെച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ സംഭവം ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കവിടെ കീ ഫ്രെയിം കൊടുക്കാം. ഗ്രാഫിക്സിന് നമുക്കൊരു സ്കെയിൽ കൊടുക്കുക. എസ് അടിക്കുന്നു, മൂവ് ചെയ്ത് വയ്ക്കുന്നു, സ്കെയിലിനെ നമ്മൾ പാൻ ചെയ്തു. പൊസിഷൻ നമ്മൾ കീ ഫ്രെയിം ഇടുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിന് രണ്ടിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മൂവും ചെയ്യും, ഇവിടെ പ്ലേയും ആവും. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്സിന് നമുക്ക് സ്വല്പം കൂടെ അതിൻ്റെ പൊസിഷൻ സ്വല്പം കൂടെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അതേപോലെ ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ സ്കെയിൽ ചെയ്യാം, സ്വല്പം ഒന്ന് മൂവ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അത് ഇങ്ങോട്ടാണ് പോകുന്നത്, പൊസിഷൻ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് സ്കെയിൽ ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്, നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം സ്കെയിലിനെ. അപ്പോൾ കുഴപ്പമില്ല, സ്കെയിലിൻ്റെ ഫസ്റ്റ് കീ ഫ്രെയിം ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ജസ്റ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പോട്ടെ, അതായിരിക്കും കുറച്ചും കൂടെ. എനിക്ക് സ്കെയിലിനെ കാട്ടി പൊസിഷനാണ് കുറച്ചും കൂടെ നല്ലവണ്ണം ബ്ലെൻഡ് ആവുന്നത്. ഓക്കെ, പൊസിഷന് സ്കെയിലിനെ ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്ത് എസ് കൊടുത്തു. അതിൻ്റെ അകത്തൊരു പൊസിഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. മൂവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഈ ഫസ്റ്റ് പൊസിഷനിൽ ഇങ്ങനെ ഇരുന്നോട്ടെ, ലാസ്റ്റ് പൊസിഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ രണ്ട് കീ ഫ്രെയിം വീണാൽ ഒരെണ്ണം റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടോ, അപ്പോൾ ആ ഒരു സ്പീഡില്ല, കണ്ടോ, ആ ഒരു സ്പീഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വല്പം കൂടെ പൊസിഷൻ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. ഇനി നോക്കിയേ, പക്ഷേ തിരിച്ചു വന്നു, ഇതിൻ്റെ ആവശ്യമില്ല, ഇതിന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ നിന്ന് അത് ഔട്ടായി പോട്ടെ, സ്വല്പം കൂടെ വന്നിട്ട് ഇവിടെ നിന്ന് ഔട്ടായി പോട്ടെ. ഫുൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ഇൻ്റർപോളേഷൻ, ഈസി സെലക്ട് ചെയ്യുന്നു, എല്ലാം ഓപ്പൺ ആക്കുന്നു, പൊസിഷനും കാര്യങ്ങളെല്ലാം ഓപ്പൺ ആക്കുന്നു, സെലക്ട് ചെയ്യുക. ഓരോന്നിലും സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഇതായിട്ട് കിട്ടും, അതിന് നമുക്ക് സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. കണ്ടോ, ഒറ്റയടിക്ക് അങ്ങ് പോയി. കണ്ടോ, മനസ്സിലായ സംഭവം. എല്ലാത്തിനും കീ ഫ്രെയിം നിർബന്ധമില്ല, അപ്പോൾ ഒരെണ്ണം അങ്ങ് ഡിലീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സെലക്ട് ചെയ്യുക, ഈസി ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഈസി അല്ലെങ്കിൽ ലീനിയർ ആക്കുക, രണ്ടും സെയിം തന്നെ. ലീനിയർ ഇത് നമുക്ക് കോമൺ തന്നെയാണ്. കണ്ടോ, ഇത് പുറത്ത് പോയില്ല എന്നേ ഉള്ളൂ, അപ്പോൾ അതിന് നമുക്ക് ഡ്രാഗ് ചെയ്തും കളയാം. അപ്പോൾ നോക്കിയേ, കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് കീ ഫ്രെയിം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പിടിച്ച് വലിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. കണ്ടോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോണ ഒരു ഫീൽ കിട്ടും. വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല. ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇവിടെ നിന്ന് ലാസ്റ്റ് വൺ മൂവ് ചെയ്തങ്ങ് പോട്ടെ.
ഓക്കെ, ഇനി ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് പോയിട്ട് പിന്നെ ഗ്രാഫിക്സ് പോയാൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഗ്രാഫിക്സിനെ ഇങ്ങനെ അങ്ങ് മാറ്റിയിട്ട് കൊടുക്കുക. ഇതുകൊണ്ടോ എപ്പോഴും ഇവിടെ നിന്ന് തുടങ്ങുള്ളൂ. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? ഇവിടെ തുടങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ ഇതിനെ ക്രോപ്പ് ചെയ്യും, ഡ്രൈ ചെയ്യും. അവിടെ കീ ഫ്രെയിമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കീ ഫ്രെയിം എവിടെ ഇരിക്കുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കീ ഫ്രെയിമിനെ കൂടെ സെലക്ട് ചെയ്തിട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ കളർ പാറ്റേൺ നമുക്ക് ഇത്രയും വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രാഫിക്സിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം കേട്ടോ. അത് പോയിട്ട് ഗ്രാഫിക്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് പോയിട്ട് ഗ്രാഫിക്സ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ നോക്കിയേ കണ്ടോ. ഇപ്പോൾ വേണമെങ്കിൽ സ്വല്പം കൂടെ നമുക്ക് പുറകിലോട്ടാക്കാം, ഫ്രണ്ടിലോട്ടാക്കാം. പുറകിലോട്ടല്ല, ഫ്രണ്ടിലോട്ടാക്കാം. കണ്ടോ, എത്രത്തോളം വേണം അത്രത്തോളം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തിട്ട് കൊടുത്താൽ മതി. മനസ്സിലായ സംഭവം പിടിയിട്ട് എന്താണെന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റാമ്പ് വെച്ചിട്ട് നമുക്ക് കളിക്കാം. റാമ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഗ്രേഡിയൻ്റ് ആണ്. ഗ്രേഡിയൻ്റ് വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്തിട്ട് ഗ്രേഡിയൻ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്വീക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്രാഫിക്സിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ഒരു കോപ്പിയും കൂടെ എടുക്കുക, ഡ്രാഗ് ചെയ്തിട്ട് മുകളിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ഗ്രാഫിക്സിന് രണ്ട് നമുക്ക് ഓവർലാപ്പ് ചെയ്ത് വയ്ക്കാം. മീൻസ് ഇതുണ്ടോ, സ്വല്പം കൂടെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് വെച്ച് കൊടുത്താൽ മതി. രണ്ട് മൂവ് ചെയ്ത് പോകും, അല്ലാതെ നമുക്ക് വീണ്ടും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്സിനെ ഞാൻ മാറ്റിയിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അനിമേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ VFX എന്ന് കൊടുക്കുക. VFX എഡിറ്റിങ്ങിലോട്ട് വരിക കേട്ടോ. ഡബിൾ ക്ലിക്ക് ചെയ്ത് അറിയാതെ വേറെ കയറി പോയി കഴിഞ്ഞാൽ എഡിറ്റിങ്ങിലോട്ട് വരിക. അപ്പോൾ ഈ ടീയിൽ ഡബിൾ ക്ലിക്ക് ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇതിങ്ങനെ ഇരുന്നോട്ടെ, നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. തൽക്കാലം അത് വേണ്ട, FX കൺട്രോൾ മാത്രം മതി. സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ VFX ആണെന്നുണ്ടെങ്കിൽ VFX VFX അവിടെ ഇരിക്കണ്ട കേട്ടോ, മൂവ്മെൻറ്റിൽ അങ്ങ് നമുക്ക് വേണം, മൂവ് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം കണ്ടോ. പക്ഷെ അത് രജിസ്ട്രേഷൻ വേണം, അപ്പോൾ സ്വല്പം കൂടെ ഇങ്ങോട്ട് നീക്കുക കണ്ടോ. പിന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. VFX അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുക. അല്ലെങ്കിൽ പറ്റിയൊരു പരിപാടിയുണ്ട്, സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ടിട്ട് നമുക്ക് ഈ VFXനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട്, VFX അവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്, ഗ്രാഫിക്സിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റിയും കുറയ്ക്കാം. ഒപ്പാസിറ്റിയും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാണത്തില്ലല്ലോ. എന്നിട്ട് അതിനെ പതുക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇനി പതുക്കെ അതിനെ ഒന്ന് ആക്റ്റീവ് ആക്കുക. അതാകുമ്പോൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാനും പറ്റും, മൂവ് ചെയ്ത് പോവുകയും ചെയ്യും. ഇപ്പോൾ രണ്ടും കൂടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് 100 വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തത്. നമ്മുടെ അനിമേഷൻ നമുക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. ഏതാണ് ഇതോ? ഒപ്പാസിറ്റിൻ്റെ വാല്യൂ ഇവിടെ നോക്കിയാൽ മതി. 54. 54 ഇതാണ്ടോ, ഇവിടെ കിടപ്പുണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് പതുക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടോ 54 മാക്സിമം. വേണമെങ്കിൽ കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇത് തന്നെ റൈറ്റ് സൈഡിലുള്ളത് തന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് നമുക്ക് എല്ലാത്തിനും നമുക്ക് തന്നെ ട്വീക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ VFXൻ്റെ അകത്ത് തന്നെ നമുക്ക് ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ Ctrl D അടിച്ചിട്ടേ, Ctrl D അടിക്കരുത്. Ctrl D ഇതിൻ്റെ അകത്ത് ഡിസോൾവ് ആണ്, ക്രോസ് ഡിസോൾവ് ആണ്. Ctrl D അല്ല, ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് മുകളിലോട്ടാക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. ഒന്നുമില്ല, ഇതിൻ്റെ പൊസിഷൻ അങ്ങ് താഴ്ത്തി കൊടുത്താൽ മതി. കണ്ടോ, അത് കറക്റ്റ് ഏരിയക്കകത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റിയും കുറച്ച് കൊടുത്താൽ മതി. കണ്ടോ, അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ഷാഡോ കൂടെ പോണ ഫീൽ കിട്ടും. വേറെ ഒന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു ഷാഡോ പോലെ അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ പോലെ ഒരു സംഭവം കൂടെ നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് ആ റിഫ്ലക്ഷൻ കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിനെ എല്ലാം ഡിലീറ്റ് ചെയ്യട്ടെ, ഫുൾ ഡിലീറ്റ് ചെയ്തു.
ഗ്രാഫിക്സും എല്ലാം ഡിലീറ്റ് ചെയ്തു. എനിക്ക് ഇതിൻ്റെ അകത്തൊരു ഇതുണ്ട്. ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. സോറി, ഓക്കെ. എന്നിട്ട് ഞാൻ എന്നെ ഒന്ന് സ്കെയിൽ ചെയ്യണേ. ഓക്കെ. ഇപ്പോൾ കളർ മാറ്റും ഉണ്ട്, എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, സംശയമില്ലല്ലോ. ഇനി നമുക്ക് ഈ ഒരു മാസ്ക് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. അവിടെ നിന്ന് ഇപ്പം എന്ത് പറ്റി? അത് കട്ടായി. ഇൻവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും, അപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുക്കാം. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് മൂവ് ചെയ്തൊരു കോപ്പിയും കൂടെ എടുക്കാം. എന്നിട്ട് ഇതിനെ പിടിച്ച് ഇൻവേർട്ട് ആക്കി കൊടുക്കുക. ഇപ്പോൾ രണ്ടും കിട്ടിയില്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതിനൊന്ന് അനിമേറ്റ് ചെയ്യാം. ഇത് പൊളിഞ്ഞു പോകുന്ന ഒരു രീതിയിലാണ് ഞാൻ അനിമേറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൊസിഷൻ, ഏതിൻ്റെ ഈ എഡിറ്റിങ്ങിൻ്റെ പൊസിഷനിലൊരുക്കിയിട്ട് എന്നിട്ട് സ്വല്പം മൂവ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പൊളിഞ്ഞു പോകുന്നൊരു ഫീൽ കിട്ടും. ഓക്കെ. ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ സ്വല്പം മുകളിലോട്ട് പൊസിഷൻ സ്വല്പം മുകളിലോട്ടാക്കി കൊടുക്കാം. ഓക്കെ. സെലക്ട് ചെയ്യുക. കുറച്ചും കൂടെ അടുപ്പിച്ചിട്ടാൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടെ അടുപ്പിച്ചിടാം. സോറി, ഓക്കെ. അടുപ്പിച്ചിട്ട് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, ഇൻ്റർപോളേഷൻ, ഈസി. ഇപ്പോൾ നോക്കിയേ, ഉണ്ടോ? ഇനി പൊസിഷൻ വേണമെങ്കിൽ സ്വല്പം പൊസിഷൻ കൂടെ മുകളിലോട്ടാക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അത് പൊളിഞ്ഞൊരു ഫീൽ കിട്ടും, കണ്ടോ? ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ? ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്യാം. ഡ്രോപ്പ് ഷാഡോ ഇതുണ്ടോ? വലിച്ചിവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു ചെറിയൊരു ഡ്രോപ്പ് ഷാഡോ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഫീൽ കിട്ടും ഇവിടെ, കണ്ടോ? ഒരുപാട് കൊടുക്കരുത്, സോഫ്റ്റ്നെസ് ഒക്കെ വെച്ചിട്ട് സ്വല്പം ഒന്ന് ഡിസ്റ്റൻസ് കൊടുക്കുക. കണ്ടോ? അവിടെ നമുക്ക് സ്വല്പം കൊണ്ട് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പാസിറ്റി വേണമെങ്കിൽ സ്വല്പം കുറച്ചാലും കൂട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും, ഇത് പൊളിഞ്ഞു പോകുന്ന ഒരു ഫീൽ കിട്ടും, കണ്ടോ? അപ്പോൾ എന്നിട്ട് അതേപോലെ ഇതിപ്പം പൊളിഞ്ഞു പോകുന്നുണ്ടല്ലോ, അതേപോലെ താഴത്തെ ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അനിമേറ്റ് ചെയ്യാം. താഴെ നമ്മൾ അനിമേറ്റ് ചെയ്തിട്ടില്ല, വീണ്ടും ഞാൻ അതിൻ്റെ പൊസിഷനിലൊരുക്കി ഇടുന്നു. ഇതിങ്ങനെ പൊളിഞ്ഞു പോകുമല്ലോ ഈ ഒരു ഏരിയക്കകത്ത്, ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്നൊരു പൊസിഷൻ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഞാൻ വെച്ചിട്ട് ഇതിൻ്റെ പൊസിഷൻ നമുക്ക് താഴേക്ക് ഡ്രൈ ചെയ്ത് വെച്ച് കൊടുക്കുക, ഇങ്ങോട്ട് കൊണ്ട് ഡ്രൈ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫുൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ഇൻ്റർപോളേഷൻ, സോറി ഈസി സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മൾ സ്വല്പം സൂം ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു വിട്ട് കൊടുക്കുക, ഉണ്ടോ? പിടികിട്ടിയ സംഭവം. എല്ലാം തിരിച്ചിട്ട് കൊടുത്താലും മതി, ഇങ്ങനെ തന്നെ നിർബന്ധമില്ല. തിരിച്ചിട്ട് കൊടുത്തെങ്കിൽ ഇതിനെടുത്ത് ഇവിടെ സെലക്ട് ചെയ്ത് ഇതിനെടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താലും ഇവിടെ ഇട്ട് കൊടുത്താലും എല്ലാം സെയിം തന്നെ, ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഡ്രൈ ചെയ്യും.